മുസ്തഫ മുണ്ടുപാറ കൂടി ചേരുകയാണ്. സമസ്ത ഇന്ന് ആവശ്യപ്പെട്ടിരുന്നു ഈ വൈസ് ചാൻസലർ രാജിവെക്കണം, അതിൽ സർക്കാർ ഇടപെട്ട് തന്നെ വൈസ് ചാൻസലർമാരെ കൊണ്ട് രാജിവെപ്പിക്കണമെന്നാണ്. ശ്രീ മുസ്തഫ മുണ്ടുപാറ, അത് നടക്കാത്ത കാര്യമാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പോൾ സമസ്തയുടെ പരിപാടിയിൽ തന്നെ അക്കാഡമിക് രംഗത്തെ എത്രയോ വിദഗ്ധന്മാർ പങ്കെടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സമയത്ത് ഇത്തരമൊരു കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്? സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുക എന്നൊരു താല്പര്യത്തോടു കൂടിയല്ല ഉന്നയിക്കപ്പെടുന്നത്. അതൊരു അഭിപ്രായം പറയുക എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസ മേഖല, കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല എന്ന് പറയും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വളരെ ഭിന്നമായിട്ടാണ്. കാരണം അത് ഒരു പൊതുസമ്പത്തായി കാണുകയും ആ നിലക്ക് തന്നെ അക്കാഡമിക്കലായി സത്യസന്ധതയോടുകൂടി മതനിരപേക്ഷത പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ആ അർത്ഥത്തിൽ തന്നെ പോകുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ് പതിറ്റാണ്ടുകളായി നമ്മുടെ കേരളത്തിലുള്ളത്. നമ്മുടെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പ്രത്യേകിച്ചുകൊണ്ട് സംഘപരിവാറിന്റെ പ്രത്യേക താല്പര്യത്തോടു കൂടി ഇപ്പൊ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെ ഈ പറഞ്ഞ അക്കാഡമിക്കല സത്യസന്ധത പാലിച്ചുകൊണ്ടല്ല എന്നുള്ളത് നമുക്കറിയാം. അത് വലിയ സ്കൂൾ സമയമാറ്റം കൊണ്ടുവന്നപ്പോൾ അതിനെ ആദ്യം എതിർത്ത സംഘടനയുടെ വക്താവാണ് ഈ പറയുന്നത് കേട്ടോ. എന്ത് സ്കൂൾ സമയമാറ്റത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ മറന്നുപോയോ താങ്കൾ? അന്നുണ്ടായ വിവാദങ്ങൾ അല്ല, സ്കൂൾ സമയമാറ്റം അതുവരെ ഉള്ളതിൽ മാറ്റം വരികയല്ലേ? അത് പറയാൻ അവസരം പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞതാണ്, അത് മതനിരപേക്ഷം എന്ന് പറയുമ്പോൾ അത് എല്ലാ കാര്യത്തിലും വേണം എന്നുള്ളതാണ്. നടത്തല്ലോ, ഞങ്ങൾ ചർച്ച ചെയ്യട്ടെ. കേരളത്തിന്റെ വിദ്യാഭ്യാസ സംവിധാനത്തിന് പ്രത്യേകതയുണ്ട്. അതൊരു അക്കാഡമിക്കൽ സത്യസന്ധത പാലിച്ചുകൊണ്ട്, ആ മതനിരപേക്ഷത പാലിച്ചുകൊണ്ട് പാരമ്പര്യമായി പോകുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനം നൽകുന്ന നാടാണ് നമ്മുടെ കേരളം. അതുകൊണ്ട് തന്നെ അതിന് വലിയ ആരോപണങ്ങൾ ആ മേഖലയെ കുറിച്ച് ഉണ്ടാവാറില്ല. എന്നാൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ സംഘപരിവാർ അധികാരത്തിൽ വന്നതിന്റെ ഭാഗമായിക്കൊണ്ട് പ്രത്യേകിച്ചുകൊണ്ട് പിടികൂടപ്പെട്ട ഒരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല. അതിന്റെ ഫലമായിക്കൊണ്ട് ചരിത്ര വക്രീകരണം, വളച്ചൊടിക്കലും അതുപോലെ തന്നെ വസ്തുതകളെ പൂർണ്ണമായി നിരാകരിക്കുന്ന വിധത്തിൽ ചരിത്ര സത്യങ്ങളെ നിഷേധിക്കലും ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഇന്ത്യയുടെ പാരമ്പര്യത്തിനും നമ്മുടെ ദേശീയതയ്ക്ക് പോലും വിഘാതമാകുന്ന വിധത്തിലുള്ള സമീപനം വിദ്യാഭ്യാസ മേഖലയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംഘപരിവാർ നടത്തുന്ന സമയത്താണ് നമ്മുടെ കേരളത്തിൽ അക്കാര്യത്തിൽ നിന്നെല്ലാം ഭിന്നമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് മെല്ലെ മെല്ലെ ആ മേഖല ഒരു നശിപ്പിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നിൽക്കുന്നത്. നമുക്കറിയാം, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഈ പ്രത്യേകിച്ചുകൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് അത് ഉന്നം വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ താല്പര്യത്തോടു കൂടി തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന സംഭവ വികാസങ്ങൾ നമുക്കറിയാലോ. അപ്പൊ ഒരുപാട് സാഹചര്യങ്ങൾ ഇവിടെ ഒത്തുവരികയാണ്. അതിനിടയിലാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികളിലെ വൈസ് ചാൻസലർ VC-മാര് ഇത്തരം ഒരു പരിപാടി പങ്കെടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ഈ നമ്മുടെ കേരളത്തിലെയും വിദ്യാഭ്യാസ മേഖലയെ ഏത് റൂട്ടിലേക്കാണ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്ന ആശങ്ക നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുസ്തഫ മുണ്ടുപാറ, ഈ 3 വൈസ് ചാൻസലർമാർ ഈ മോഹൻ ഭാഗവതിന്റെ അല്ലെങ്കിൽ RSSന്റെ പരിപാടിയിൽ മാത്രം പങ്കെടുക്കുന്നവരാണ് എങ്കിൽ ആ രീതിയിൽ വിമർശിക്കാം. പക്ഷെ അങ്ങനെയല്ലല്ലോ, അവർ പല സംഘടനകളുടെ പരിപാടികളിൽ പങ്കെടുക്കാറുള്ളതാണ്. അപ്പോൾ അന്വേഷിച്ചാൽ താങ്കൾക്ക് മനസ്സിലാകും, പല പൊതുപരിപാടികളിൽ പങ്കെടുക്കാറുള്ള ആളുകളാണ്. ഇപ്പോൾ RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തത് കൊണ്ട് മാത്രം അവർ കുറ്റവാളികളാക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അല്ല, RSSന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ അറിയുമ്പോൾ പ്രത്യേകിച്ചുകൊണ്ട് ഈ കാവ്യവൽക്കരണത്തിലേക്ക് വിദ്യാഭ്യാസ മേഖലയെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വിങ്ങാണ് ഈ പറഞ്ഞ RSSന്റെ സംവിധാനം എന്ന് പറയുന്നത്. കാരണം വിദ്യാഭ്യാസ മേഖലയിൽ ഈ കാവ്യവൽക്കരണം നടക്കുന്നതോടുകൂടി തങ്ങൾ ഇച്ഛിക്കുന്നത്, തങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ നടപ്പിലാക്കാൻ കഴിയുമെന്ന അതായത് നിങ്ങൾ പറയും ഇന്ന പരിപാടികളിലെ വൈസ് ചാൻസലർമാർ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ, അക്കാദമിക് വിദഗ്ധർ ഇന്ന ആളുകൾ സംസാരിക്കുമ്പോഴേ അവിടെ പോയിരുന്നത് കേൾക്കാവൂ എന്ന്. ഇത് ഏത് ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത് ശ്രീ മുസ്തഫ മുണ്ടുപാറ? അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. സത്യസന്ധമായി നൽകുന്ന നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ആ ഒരു കാവ്യവൽക്കരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഒരുപാട് ശ്രമങ്ങൾ, ഇതിലെ ഒരു ഇൻസിഡന്റ് മാത്രമാണ് ഇത്. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അവസ്ഥ എന്താ? VC-മാരുടെ ഗവർണർ ഇടപെട്ടുകൊണ്ട് നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ഭരണകൂടത്തിന്റെ സമയത്തും അതിന് തൊട്ടുമുമ്പ് ഭരണകൂടത്തിന്റെ സമയത്തും ഒക്കെ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എന്തെല്ലാം വസ്തുതകൾ, അതായത് നന്നായി പോകുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു ഇൻസിഡന്റ് കൂടി ഉണ്ടാകുന്നത്. അപ്പൊ സ്വാഭാവികമായും അത് സംശയിക്കപ്പെടും.
അതാണ് ശരി, ഇവിടെ ഡോക്ടർ ജി ഉണ്ടായിട്ടുള്ളത്. ഗോപകുമാർ, ഇതാണ് സംശയം. ഒരു സംശയത്തിന്റെ ഇലമെന്റ് ആണ് അവിടെ ഉള്ളത്. കാരണം കേന്ദ്രം ഭരിക്കുന്നത് കഴിഞ്ഞ 12 വർഷമായി BJP ആണ്. RSSന്റെ പിന്തുണ ഉണ്ട്. പിന്നെ കേന്ദ്രം ഭരിക്കുന്ന പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ RSSകാരായിരുന്നുവല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സംശയം നിൽക്കുകയാണ്. അതുകൊണ്ടാണ് മറ്റ് മതസംഘടനകൾ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയുന്നതും സർക്കാരിനോട് ഇക്കാര്യത്തിൽ ഇടപെടാൻ ആവശ്യപ്പെടുന്നതും. പ്രത്യേകിച്ച് ഇപ്പോൾ സമസ്ത പോലെയുള്ള സംഘടനകൾ പരസ്യമായ അഭിപ്രായ പ്രകടനം നടത്തി കഴിഞ്ഞു. ഈ VCമാരെ കൊണ്ട് രാജിവെപ്പിക്കണം എന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നതും. അത് ഈ സംശയം അവിടെ കിടക്കുന്നതുകൊണ്ടാണ്, ഈ കാവ്യവൽക്കരണം എന്നുള്ള സംശയം. ജനാധിപത്യ സമൂഹത്തിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതുപോലെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട്. അത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ടതുമാണ്. അഭിപ്രായം പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് എത്രത്തോളം യുക്തിഭദ്രമാണ് എന്നുള്ളത് നമ്മൾ നോക്കണം. ഇപ്പൊ കേരളത്തിൽ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയവുമായി വന്നപ്പോൾ അതിന്റെ ഘടനാപരമായ പല സാങ്കത്യങ്ങളും നമ്മൾ ഇവിടെ നടപ്പിലാക്കിയുണ്ടായി. എനിക്ക് തോന്നുന്നില്ല പുതിയ ഗവൺമെന്റ് അതിനെ മാറ്റി ഒരു സ്വതന്ത്രമായ ഒരു വിദ്യാഭ്യാസ നയം തമിഴ്നാട് ചെയ്തതുപോലെ ചെയ്യുമെന്ന് എനിക്ക് പ്രതീക്ഷയേ ഇല്ല. നേരെ മറിച്ച് ദേശീയ വിദ്യാഭ്യാസ നയവുമായി വളരെ അകലം പാലിക്കാതെ അടുത്ത് നിൽക്കുന്ന പല ഫാക്ടേഴ്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊണ്ടുവരാനാണ് സാധ്യത. നമുക്കറിയാവുന്ന മറ്റൊരു വിവാദ വിദ്യാഭ്യാസ നയവുമായിട്ട് വന്നത് PM ശ്രീ പദ്ധതിയാണ്. ഞാനത് എത്രത്തോളം പഠിച്ചു നോക്കിയിട്ടും PM ശ്രീ പദ്ധതിക്കകത്ത് ഞാൻ കാവ്യവൽക്കരണം കണ്ടില്ല. പക്ഷെ കേരളത്തിൽ അത് കൊണ്ടുവന്നാൽ വലിയ കാവ്യവൽക്കരണം ഉണ്ടെന്ന് ആദ്യം കണ്ടെത്തിയത് CPI ആണ്, CPM അല്ല. അത് കിട്ടിയിരുന്നെങ്കിൽ കേരളത്തിലെ ഓരോ ബ്ലോക്കിലും ഈ 2 സ്കൂളിന് വീതം വളരെയധികം സാമ്പത്തിക സഹായം കിട്ടുകയും അടിസ്ഥാന വികസന സൗകര്യങ്ങൾ വളർത്തുകയും ചെയ്യാം. അത് ശ്രീ ഡോക്ടർ ജി ഗോപകുമാർ, ഇപ്പോൾ ലീഗിന്റെ എതിർപ്പില്ലായിരുന്നുവെങ്കിൽ UDF സർക്കാരിനും അതിന് മടിക്കില്ലായിരുന്നു. താങ്കൾക്ക് അങ്ങനെ ഒരു വിലയിരുത്തൽ ഉണ്ടല്ലോ. കാരണം പക്ഷേ ലീഗ് സമ്മതിക്കില്ല ഇപ്പോൾ. അതും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ UDFൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, അങ്ങനെ തട്ടിക്കളിച്ച് കഴിയുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ പുരോഗതി എവിടെ എത്തുമെന്ന് നമുക്ക് കാണാം. ഇക്കാര്യത്തിലൊക്കെ കുറച്ച് യുക്തിഭദ്രമായി ചിന്തിക്കണം എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. കാരണം എന്താണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറഞ്ഞിരിക്കുന്നത്? അതിനകത്ത് പ്രത്യേകിച്ച് PM ശ്രീക്കകത്ത് എവിടെയാണ് കാവ്യവൽക്കരണം എന്നുള്ളത് ഞാൻ അന്നും ബിനോയ് വിശ്വത്തിനോട് ചോദിച്ച കാര്യമാണ്. ചർച്ചയിൽ തന്നെ നമ്മൾ ചോദിച്ച കാര്യമാണ്. സാംസ്കാരികപരമായ കാര്യങ്ങളെക്കുറിച്ച് വിദ്യാഭ്യാസ പദ്ധതിയിൽ ഒരു ചെറിയ ഭാഗം പറയുന്നത് രാജ്യത്തിന്റെ പാരമ്പര്യത്തെ ഊന്നിക്കൊണ്ടുള്ള കാര്യമാണ്. ഞാൻ അതിലേക്ക് ചർച്ച പോകുന്നില്ല. എന്നാലും അത് സൂചിപ്പിക്കട്ടെ, അതും കാവ്യവൽക്കരണമാണ് എന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും വാദിച്ച് ചർച്ച ചെയ്ത് നമ്മളിതെല്ലാം കടുത്ത രാഷ്ട്രീയത്തിൽ കണ്ടുകൊണ്ട് പണ്ട് തമാശയ്ക്ക് പറയുമായിരുന്നു, ചായ കുടിക്കുമ്പോൾ പോലും നമ്മൾ ഇടത്തോട്ടോ അല്ലെങ്കിൽ വലത്തോട്ടോ ചരിഞ്ഞു വേണം ചായ കുടിക്കാൻ. മഞ്ജുഷേ, നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹത്തെ ധ്രുവീകരിക്കുകയാണ് ചെയ്യുന്നത്. ഈ വിവാദം ഒരു ധ്രുവീകരണത്തിൽ കൊണ്ടെത്തിക്കരുത്. അത് വാസ്തവത്തിൽ ഗുണം ചെയ്യാൻ പോകുന്നത് BJPക്കാണ്. അത് ഇനിയെങ്കിലും അവർ മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ മുസ്തഫ മുണ്ടുപാറ, ഇതിന് മറുപടി പറയേണ്ടത് നിങ്ങളാണ്. ഇക്കാര്യത്തിൽ ഒരു ധ്രുവീകരണത്തിനുള്ള വളമിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് സമസ്ത പോലെയുള്ള സംഘടനകൾ. അത് ആർക്ക് വളരാൻ സഹായം ചെയ്യും? BJPക്കാണ്. ഇത് ആർക്കെങ്കിലും വളമിട്ട് കൊടുക്കുക എന്ന താല്പര്യത്തോടു കൂടി പറയുന്നതല്ല. നമ്മൾ നമ്മുടെ നാട്ടിന്റെ അക്കാഡമിക സംവിധാനത്തിൽ ഇതുവരെ പോയ ആ സംവിധാനത്തിൽ നിന്നുകൊണ്ട് മാറ്റം വന്നുകൊണ്ട് ഒരു കാര്യം വരുന്ന സമയത്ത് സ്വാഭാവികമായി അതിനെതിരെ പ്രതികരണം ഉണ്ടാവും. ആ പ്രതികരണത്തെ നമ്മൾ മറ്റൊരു ആംഗിളിൽ അതിനെ കാണേണ്ടതായിട്ടില്ല. അതായത് നമ്മുടെ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതിയും സംവിധാനം നിലനിൽക്കുന്ന നാടാണ് നമ്മുടെ കേരളം. അക്കാര്യത്തിൽ നമ്മൾ ഏറെ മുന്നിലാണ്. അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയും. ആ ഒരു സംവിധാനത്തിൽ നമ്മൾ ആശാസ്യമല്ലാത്ത വിധത്തിൽ ഇത്തരം ചർച്ചകളിലേക്ക് തന്നെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് ആശങ്ക നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ അത് വലിയ ക്ഷീണം വരുത്തും. കാരണം വിദ്യാഭ്യാസ മേഖലയാണ് വളരെ പരമപ്രധാനമായിട്ടുള്ളത്. മറ്റെന്തിനേക്കാളും എന്ത് ഡെവലപ്മെന്റ് മറുഭാഗത്തുണ്ടാകട്ടെ, ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ പൊതുമരാമത്തോ മറ്റേത് മേഖലയാവട്ടെ, അതൊക്കെ ഉണ്ടാകുന്നത് അന്നത്തെ ആ സാഹചര്യത്തിൽ സ്റ്റില്ലായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ.
അത് ഭാവി പൗരന്മാരെ വാർത്തെടുക്കപ്പെടുന്ന ആ ഒരു സംവിധാനത്തിൽ അതിനൊരു പരിക്കേൽക്കാതിരിക്കുക, അതിന് പരിക്കേൽക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. അപ്പൊ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ ഒരു അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലൊക്കെ. ഇപ്പൊ സമീപകാലത്ത് ഭയങ്കര പ്രശ്നമല്ലേ ഇവിടെ പിന്നെ ഗവർണറും ചാൻസലറും VC-യും തമ്മിലുള്ള സർക്കാരും തമ്മിലുള്ള തർക്കങ്ങൾ എന്തെല്ലാം നടന്നു ഇവിടെ ഈ 8-10 കൊല്ലത്തിനിടയിൽ എന്തെല്ലാം വിവാദങ്ങളാണ് ഉണ്ടായത്. വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പോലും കഴിയാതെ അഡ്മിനിസ്ട്രേഷൻ രംഗത്തുണ്ടായ ഒരുപാട് വിവാദങ്ങൾ. ഇതിന്റെ റിസൾട്ട് എന്താ വരാൻ പോകുന്നത്? ഭാവി പൗരന്മാരെ വാർത്തെടുക്കപ്പെടുന്ന നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ നമ്മുടെ ഭാവിയിൽ വരാൻ പോകുന്ന നമ്മുടെ പ്രോഡക്റ്റുകളെ അത് കാര്യമായി ബാധിക്കും. ഇന്ന് കേരളത്തിന്റെ പ്രത്യേകിച്ചുകൊണ്ട് മനുഷ്യ വിഭവമാണ് കേരളത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ആ വിഭവത്തെ അത് ബാധിക്കും. കാരണം വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന ഏത് ചെറിയ പ്രശ്നങ്ങളെ പോലും നമ്മൾ ഗൗരവത്തോടെ കാണുകയും അഡ്രസ്സ് ചെയ്യുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഇത്തരം സംഭവം ഉണ്ടാകുന്ന സമയത്ത് അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് അത് വഴിമരുന്നിടും. അപ്പോ ആ പരസ്പരം എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിലുള്ള പിന്നെ ഒരു സമീപനത്തിലേക്ക് ഭരണകൂടവും അതുപോലെ തന്നെ ഇതിന്റെ ചാൻസലർ ഉൾപ്പെടെയുള്ള ഗവർണർ ഉൾപ്പെടെയുള്ള സംവിധാനം വരുമ്പോഴാണ് നമുക്ക് ആ ഉദ്ദേശിച്ച വിധത്തിലുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.